ഫാറ്റി ലിവർ സ്റ്റേജ് 2 നിൽക്കണേ. ആ ഈ ഇത്ര ചെറിയ പ്രായത്തിൽ ഫാറ്റി ലിവർ വരാന്നൊക്കെ പറഞ്ഞാല് എക്സസൈസ് ഒക്കെ ചെയ്യണ്ടോ? നടക്കോ ഓടോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കുടിക്കണ്ടോ? മാസത്തിൽ എത്ര വട്ടം? മാസത്തിൽ ഒരാഴ്ചയിൽ 3 വട്ടമൊക്കെ. ആഴ്ചയില് 3 വട്ടം. കൊള്ളാം. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. അതെ, ഇപ്പോ സ്റ്റേജ് 2 ഇപ്പൊ കൺട്രോൾ ചെയ്താ കൊള്ളാം. എത്ര സ്റ്റേജ് ഉണ്ട്? അത് 1, 2, 3, 4 സ്റ്റേജ് ഉണ്ട്. 4 കഴിഞ്ഞ പിന്നെ നോക്കണ്ട. ഇതിന് ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? കുടി നിർത്തുക. പറ്റോ? നോക്കാന്നല്ല, പച്ചണം. കുടി നിർത്തിയാലേ. സാർ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിയുമ്പോ പുള്ളിയുടെ ലഹരിയൊക്കെ വിട്ടുപോയ ഞങ്ങൾ കൊടുക്കും. എന്റെ സാറാ, ഇതിപ്പോ ആഴ്ചയിൽ ഒരിക്കൽ ഒരാളെ കൊണ്ടുവന്നോ മനസ്സിലാക്കാം. എപ്പോഴും കൊണ്ടുവന്നാൽ എനിക്ക് പേഷ്യൻസിനെ നോക്കണ്ടേ? അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് പറയാം ഒരു ഡോക്ടറെ ഇതിനായിട്ട് ഇരുത്താൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 3 മാസത്തേക്ക് കൃത്യമായിട്ട് ഡയറ്റ് എടുക്കണം. കുടിക്കാൻ പാടില്ല. എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് വന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്ര ചെറിയ പ്രായത്തിലേ ഫാറ്റ് ലിവർ ആയിട്ട് വന്നേക്കാം. ചെല്ല്. ആ കുടിക്കരുതട്ടാ. പുള്ളി ഈ വിഷയം എന്താ വെച്ചാലേ നമ്മള് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ശബ്ദം കേട്ടു. കുടിച്ചല്ലേ? കുടിച്ചില്ല എന്നാ പറഞ്ഞത്. കുടിച്ചിട്ടില്ലേ? കുടിക്കാതെ എങ്ങനെയത് ബീപ്പടിക്കണ കേടാ? അപ്പൊ ആള് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഹോമിയോ മരുന്നാ. അങ്ങനെന്താ? ഹോമിയോ മരുന്നോ? ഓ, ആരോട് ചോദിച്ചിട്ടാ കഴിച്ചേ? ഡോക്ടറോട്. എന്ത് ഡോക്ടർ? നിങ്ങൾ എന്തിനാ ഹോമിയോ മരുന്ന് കഴിച്ചേ? തലവേദനയ്ക്ക്. തലവേദനയ്ക്കൊക്കെ ആരെങ്കിലും ഹോമിയോ മരുന്ന് കഴിക്കോ? അതൊക്കെ അലോപ്പതി മരുന്നുകളല്ലേ കഴിക്കേണ്ടത്. ഓ, അലോപ്പതി ഒക്കെ ഞാൻ കുറെ കഴിച്ചാണ് മാഡം. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. കഴിക്കുന്ന സമയത്ത് കുറച്ച് ഗുണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇതൊക്കെ പോകും. അപ്പൊ അത് സ്കാൻ ചെയ്ത് നോക്കണം. സ്കാനിങ് ഒക്കെ കഴിഞ്ഞാണ്. പിന്നെ അപ്പൊ ഇതുകൊണ്ട് വേറെ കാര്യമൊന്നും ഇല്ലാന്ന് കഴിഞ്ഞപ്പോ എന്റെ 1-2 കൂട്ടുകാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഹോമിയോ നല്ലതാണ്, ആ ഹോമിയോ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹോമിയോ വെച്ചിട്ട് കുറവുണ്ടായി. എനിക്കിപ്പോ കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു. നമുക്ക് ഇതൊന്ന് നോക്കായിരുന്നു. അല്ല, ഇതിപ്പോ നമ്മൾ ഏത് മെഡിസിനാണ് കഴിക്കണെന്നുള്ള നിങ്ങൾ ഈ എരുതിയിൽ എണ്ണൊഴിക്കണോ? ഞാൻ ഹോമിയോ മരുന്നിൽ ഈ തുള്ളി മരുന്ന് കഴിച്ചു. അപ്പോ ഒരിത്തിരി അത് കൂടിപ്പോയി. ഇത് എന്തായാലും ഇദ്ദേഹം ഇപ്പൊ ആൽക്കഹോളിക് ആണോ എന്നുള്ളതാണ് നമുക്കറിയാം. ശരി, പേരെന്താണ്? പേര് സത്യശീലൻ. വയസ്സ് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്കല്ല തിരക്ക് കൂട്ടിയത്. 52. നിങ്ങൾ ഞാൻ പറയൂ, ഞങ്ങൾക്കും സമയമില്ല. എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ സിവിൽ സപ്ലൈസില്. സിവിൽ സപ്ലൈസിലാണോ? ഒരാളെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. നമ്മുടെ ഗ്യാസിന്റെ റെഗുലേറ്റർ ഇല്ലേ? ഗ്യാസിന്റെ റെഗുലേറ്റർ അത് എത്രയായിട്ട് ശരിയാവണില്ല. അപ്പൊ അതെന്താ ചെയ്യണ്ടത്? അതൊന്നുമില്ല, അത് നേരെ അവിടെ കൊണ്ടു കൊടുത്താൽ മതി. അങ്ങനെയല്ലല്ലോ, നമ്മളവിടെ കൊടുത്ത് കാത്തിട്ട് നിന്ന് അങ്ങനെയല്ലല്ലോ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പല്ലേ? അത് കുഴപ്പമില്ല മാഡം, അത് ആര് കൊണ്ടു കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഈ മറ്റേ കൺസ്യൂമർ നമ്പറും കൂടെ വേണം. കൺസ്യൂമർ നമ്പർ കൊടുക്കണം അല്ലേ? അവിടെ ആരുടെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. ഇതൊന്ന് ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്കത് പറയാലോ. നമുക്ക് ലാബിലേക്ക് പോകേണ്ടതുണ്ട്. ശരി, അപ്പൊ എന്തായാലും ലാബിൽ കൊടുക്കൂ, ടെസ്റ്റ് ചെയ്യൂ. ലാബിൽ ലാബ് എവിടെയാണ്? ലാബ് ഇവിടെ തന്നെയാണ് സാറേ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാറേ. ഞാൻ വേറൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകാൻ. ഇത് ടെസ്റ്റ് ചെയ്യണ്ടേ? വേറെ പേഷ്യൻസ് ശരിയാണ്. ഇത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ലാബിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല സാർ, അത് അറിയില്ലായിരുന്നു. MLA കുഞ്ഞമ്മയുടെ മോൻ്റെ വണ്ടിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഞാൻ ശീതളിനോട് പറയാം. ഇല്ല സാർ, ഇല്ല, പെറ്റി ഒഴിവാക്കാം. സാർ എന്ത് കഷ്ടമാണല്ലോ ഇത്. ആ ശീതളിനോട് ചെക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ ആളും തരം കൊണ്ട് ചെക്ക് ചെയ്യാൻ പറയും. MLA കുഞ്ഞമ്മയുടെ മോൻ്റെ വണ്ടി പരിശോധിച്ചൊന്നും പെറ്റി അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് DSP സാറാ ഇപ്പോൾ വിളിച്ചേക്കണേ. ടാർജറ്റ് ഒപ്പിക്കണമെന്ന് പറയുമ്പോൾ ടാർജറ്റ് ഒപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ സാധാരണക്കാർ ഇഷ്ടംമാതിരി പോവല്ലേ? അവരെ പിടിച്ചാൽ പോരെ? എന്തിനീ വലിയ ആളുടെ തലയിൽ പിടിച്ച് നമുക്ക് തലവേദന ഉണ്ടാക്കണേ? പറയാം സാർ. പറയാം സാറേ. ആ പിലിക്കോട് രാഘവൻ വന്നിട്ടുണ്ട്. ഏത് പിലിക്കോട് രാഘവൻ? ആ കണ്ണിന്റെ പീലിയൊക്കെ വലുതായിട്ട് പിരികം വലുതായിട്ടിരിക്കണം. കഴിഞ്ഞ തവണ വന്ന പുള്ളി വെള്ളം അടിച്ച് അയൽവാസികളൊക്കെ തെറി പറയണ്. ഒന്ന് വരട്ടി വിട്ടാല്. വിളിക്ക്. അതെ, അതൊക്കെ പ്രായമുള്ള ആളാണ്. അതിനൊക്കെ എന്തെങ്കിലും കൈ വെച്ചാൽ വല്ലതും സംഭവിച്ചാൽ പിന്നെ അത് മതി നമുക്ക് തലവേനാവാന്. വിളിക്ക്, എന്തെങ്കിലും പറഞ്ഞു വിടാം.
ഡോ ചെല്ല്. ഡാൻസ് പോലാണോ? ഡാൻസ് കളിക്കോ? ഇല്ല പിന്നെന്താ ഡാൻസ് ആടുന്ന? ഇല്ല സാർ, ഞാൻ ഒന്നും മിണ്ടിയാലും എല്ലാവർക്കും എൻ്റെ പേരിൽ ആക്ഷേപമാവും. ഞാൻ ഒന്നും മിണ്ടില്ല. എല്ലാവർക്കും എൻ്റെ പേരിൽ ഭയങ്കര ആക്ഷേപം. ഞാൻ തെറി പറയുന്നു. ഇത്രയൊക്കെ മര്യാദ എനിക്കുണ്ടോ? ഞാനൊന്നും ചെയ്യുന്നില്ല സാറേ. ഞാൻ മുഴുവനും വെള്ളം അടിക്കുന്നത് സത്യം തന്നെ. വെള്ളം അടിക്കും അല്ലേ? വെള്ളം അടിക്കും. വെള്ളം അടിക്കും മാത്രമേ ഉള്ളൂ? വെള്ളം അടിക്കും. തെറി വിളിക്കോ താൻ? ഇല്ല സാറേ, ഞാൻ തെറി വിളിക്കാറില്ല. കള്ളം പറയരുത്. ഇല്ല. താന് വെള്ളം അടിച്ചിട്ട് അവിടെ വീട്ടിന്റെ ആ പ്രദേശത്ത് മുഴുവനും ഭയങ്കര തെറിവിളിയാണെന്നുള്ള ഞാൻ അറിഞ്ഞത്. ഞാൻ വായി തുറന്ന് അവർ തെറിവിളി എന്ന് പറയുന്നതാണ്. ഞാൻ ഒന്നും പറയില്ല സാർ. ഞാൻ സാധാരണ പറഞ്ഞ പോലെ പറയില്ല. എന്നെ എന്തെല്ലോ തെറി വിളിക്കും അവര്. ഒരു കാര്യം ചെയ്യ്, ഞാൻ രണ്ട് തെറി ഇവിടെ വിളിച്ച. ഇല്ല സാറേ, ഞാൻ തെറി വിളിക്കൂല. തെറി വിളിച്ചിട്ടല്ലാതെ ഇവിടെ തന്നെ വിടൂല. ഇല്ല, ഞാൻ തെറി വിളിക്കൂല. മര്യാദക്ക് വിളിക്കാനാ പറഞ്ഞത്. മതി. ഇനി ഇത് തന്റെ ലാസ്റ്റ് തെറിയാണ്. ഇനി താൻ വാ തുറന്ന് തെറി വിളിച്ച ഞാൻ സൂചി നൂലായിട്ട് വരും. വന്നിട്ട് കുത്തി അങ്ങോട്ട് കെട്ടും. പറഞ്ഞ മനസ്സിലായ? ആ സർ സാറേ, ശീതളൻ സാറ് ഫോൺ ചെയ്ത് പറയുന്ന കേസാ. ആ ഇരിക്കും. സാറേ, ബ്ലഡ് ടെസ്റ്റിൽ ആൽക്കഹോളിൻ്റെ അളവ് കൂടുതലാണ്. അദ്ദേഹം അദ്ദേഹം ഹോമിയോ മരുന്ന് കഴിച്ചുള്ളൂ. സാറേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മദ്യപിക്കാത്ത ആളാണ്. ഈ നിമിഷം വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇതിപ്പോൾ ആ ഹോമിയോ മരുന്ന് കഴിച്ചു എന്നുള്ള എൻ്റെ പേരിൽ ഇപ്പോൾ ആകെ ഭയങ്കര മാനസിക പ്രശ്നത്തിലാണ് ഞാൻ. 2-3 ദിവസമായിട്ട് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല. പേര് സത്യശീലൻ. ആ മിസ്റ്റർ സത്യശീലൻ, ഇപ്പോൾ പരിശോധിച്ചപ്പോൾ ആൽക്കോമീറ്ററിൽ ബീപ്പ് സൗണ്ട് കേട്ടു. അങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ രക്തം പരിശോധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ രക്തപരിശോധനയുടെ റിസൾട്ടിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പം മെഡിസിൻ കഴിച്ചിട്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണോ? സുഹൃത്ത്, ഇതിപ്പോൾ ഒരാളിൻ്റെ വയറ്റിൽ കിടക്കുന്നത് അയാൾ കഴിച്ചിരിക്കണത് റമ്മാണോ, വിസ്കിയാണോ, ബ്രാൻഡിയാണോ, അതോ മരുന്നാണോ എന്ന് വേർതിരിച്ച് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊന്നും ഈ ആൽക്കോമീറ്ററിന് ഇല്ല. ഇതിപ്പോൾ മദ്യമൊന്നും കഴിക്കാത്ത ആളിപ്പം മദ്യപാനിയായിട്ട് മാറി. അല്ല, അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട. കൂടിയ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മരുന്ന് മാത്രം നിങ്ങൾ കഴിച്ചിട്ടുള്ളൂ എന്നുള്ളത്. നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ. സാറേ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അയാളുടെ ഉള്ളിൽ കിടക്കുന്നത് മെഡിസിൻ ആണോ ഈ ആൽക്കഹോളാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനമല്ലേ സാറേ ആദ്യം ഉണ്ടാക്കേണ്ടത്, അല്ലേ? അല്ലാതെ ഈ ഞങ്ങളെ പോലുള്ള ഈ പാവങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ വക പരിപാടികൾ ചെയ്യുന്നത് എന്ത് കഷ്ടമാണ്. ഇതൊന്നും ശരിയല്ലേ സാറേ? ഭയങ്കര വിഷമമുണ്ടോ അത് പറയാൻ? ശരി, നമസ്കാരം. അയാളുടെ പറച്ചിൽ കേട്ടതൊന്നും നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് ഈ ആൽക്കോമീറ്റർ കണ്ടുപിടിച്ചതെന്ന് പറയാം. നമുക്ക് തരുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു. അതെ, ശീതളനെ നിങ്ങോട്ട് വിളിച്ചേ. ഓ സർ. തെറി വിളിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല സാർ. ആ, പോയിട്ട് അത്യാവശ്യം വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ. എന്ത് ഭക്ഷണം കഴിച്ചില്ല. ഞാൻ ബിരിയാണി മേടിച്ചു തന്നാല് അത് ബുദ്ധിമുട്ടാവില്ല സാർ? കുറച്ച് ഞാൻ ബുദ്ധിമുട്ടാണ്. അതെ, അവിടെ വന്നിട്ടൊരു 50 ഏത്തം ഇങ്ങനെ ഒന്ന് എഴുന്നിട്ട് ഇട്ടേ. കാട്ടെ നടുവേനെടുക്കും സാർ. ചെയ്യണം. അവിടെ തനിക്ക് പോണോ? ആ പോണമെങ്കിൽ അത് പറഞ്ഞോളൂ ചെയ്തേ. ആ ആ പോട്ടെ. ആ പോരട്ടെ. 1 2 3. ആ ചെയ്തോ. എടോ, താൻ എത്ര വർഷമായി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? മദ്യപിച്ചിട്ട് വരുന്ന ഒരാളെയും മരുന്ന് കഴിച്ചിട്ട് വരുന്ന ഒരാളെയും കണ്ട തിരിച്ചറിയാനുള്ള ബുദ്ധി തനിക്കില്ലേ? അയാളെ ആ സത്യശീലൻ എന്ന് പറഞ്ഞ അയാളെ കണ്ടാൽ തന്നെ അറിയില്ല അയാളൊരു പാവമാണെന്ന്. സാറേ, ബീപ്പ് അടിച്ചെന്ന് പറഞ്ഞ് അതെ, ഇതിപ്പോൾ ഓർഡറൊന്നുമല്ല, ഞാൻ വാക്കാലൊന്ന് പറയുകയാണ്. ഇനി പരിശോധന നടത്തുമ്പോൾ ഈ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് വരുന്നവരോ അരിഷ്ടം കഴിച്ചിട്ട് വരുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അവരെ ഒന്ന് വെറുതെ വിട്ടേക്ക്. വെറുതെ അവരെ മേൽക്ക് കുതിര കയറാൻ നിൽക്കണ്ട കേട്ടോ. അല്ലാണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരികയല്ലേ മദ്യപിച്ചിട്ട്, അവരെ പിടിച്ചാൽ പോരെ. വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ. നിങ്ങൾക്കൊന്നും ഒന്നും അറിയണ്ട. ഇതിപ്പോൾ ഇനി എനിക്ക് എന്തൊക്കെ തലവേദന വരുന്നത്, അയാളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. ചെന്നട്ടെ, അടിക്കടോ. പോട്ടെ. 1 2 3 തരട്ടെ.
ചാലം പാടുള്ളൂ. ഇറങ്ങി വണ്ടി മാറ്റി സൈഡാക്കിയിട്ട് വണ്ടി വണ്ടി സൈഡാക്കി എടുത്ത് ഇങ്ങോട്ട് മാറിക്ക്. ഹെൽമെറ്റ് കഴിക്കും. അതൊന്ന് ചെക്ക് ചെയ്താന്ന്. ആ ബീപ്പ് എടുക്ക്. എവിടെ എന്താണ് പ്യാരി സാറേ ഇത്? എവിടെ കൊണ്ടുവച്ചത്? എന്താ നിൽക്കാൻ പറ്റില്ലേ? നിൽക്കുന്നില്ലേ? നിൽക്കുന്നുണ്ട്. എവിടെ അത്യാവശ്യമുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? അതൊന്ന് ചെക്ക് ചെയ്താന്ന്. ഊതിയത് എത്തിയല്ലോ. മദ്യപിച്ചിട്ടില്ല അല്ലേ? ഇല്ല. പിന്നെ ഈ പഠിച്ചല്ലോ. ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നേ. ഹോമിയോ മരുന്ന് കഴിച്ച് കണ്ണ് രണ്ടും പുറത്തേക്ക് ഇങ്ങോട്ട് വന്നല്ലോ. അത് വെയിലിന് വന്നിട്ടാണ്. ഹോമിയോ മരുന്ന് കഴിച്ചാൽ 3 ആൾ ആ ജീപ്പിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാം. ഹോമിയോ മരുന്ന് ജീപ്പിലുണ്ട്. എന്തിനു വരുന്നത്? എന്തിനാന്ന് വെച്ചാൽ പോലീസുകാരല്ലേ, അപ്പൊ അവര് ചിലപ്പോ കുനിച്ചു നിർത്തി മുതുകത്തൊന്നും ഇടിക്കും, പിന്നെ പല്ലൊരെണ്ണം പോവും. അങ്ങനെയൊക്കെ ആവുമ്പോ അത് അങ്ങനെ വേണോ? അപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ പറയ്, ഏത് ഹോമിയോ മരുന്നാ കഴിച്ചത്? പറയടോ. കേറ് വണ്ടിയില്.